കാണിക്കണം എന്നൊന്നും എനിക്കറിയില്ല. സാധാരണ ആരും കണ്ടിട്ടില്ല ലൈവ്, കാരണം അത് വേറൊരു ചാനലിലൂടെയാണ് കാണാനിടയത്. അപ്പോൾ രാത്രി 12 മണിക്ക് ആയിരിക്കും, അതേ ഇനി 12 മണിക്ക് ശേഷമോ എനിക്കറിയില്ല. അപ്പോഴേ എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോഴേ ഷാൻ്റെ അഭിപ്രായങ്ങളാണ് പറയണത്, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ. രണ്ടുപേര് അഭിപ്രായങ്ങൾ തമ്മിൽ യോജിച്ച് പോവുകയും, അല്ലെങ്കിൽ നീ പറയണത് ഞാൻ കേൾക്കണം, ഞാൻ പറയണത് നീ കേൾക്കണം, അങ്ങനെയല്ല. രണ്ടുപേരും ഈക്വലായിട്ട് പോയാലേ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട്, അല്ലെങ്കിൽ സമാധാനമില്ലാത്ത ജീവിതമാണ്, അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക, അത്രയേ ഉള്ളൂ. ഷാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പറയുന്നു, കുറേ പേര് പറഞ്ഞു ഷാൻ നല്ല വ്യക്തിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മദ്യപാനവും കാര്യങ്ങളും അതൊക്കെ കൊണ്ടിട്ടാണ് അന്ന് ഇങ്ങനെ പ്രശ്നമായത്. നമ്മളെ വീടൊന്നും ആരും അടിച്ചു പിടിച്ച് ആരും സഹിക്കുന്ന കാര്യമല്ല. അപ്പം അത് കഴിഞ്ഞു പോട്ടെ, അതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് വേണ്ടി ആരും വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കുകയും വേണ്ട. ഷാനൊരു കുടുംബജീവിതം വേണം എന്നുണ്ടായിരുന്നു എങ്കിൽ ഷാൻ ആ രണ്ടാമത്തെ പ്രശ്നം വന്നില്ലേ ഇപ്പം ഈ പെരുന്നാൾ അടുപ്പിച്ച്, അപ്പം ഷാൻ മാറുമായിരുന്നു. ഷാന് മാറണം, ഇള്ളാക്കുട്ടിയൊന്നുമല്ല. മാറണമെങ്കിൽ ഷാൻ തന്നെ തീരുമാനിക്കട്ടെ, അല്ലാതെ ഇനിയിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ പ്രസവം കഴിഞ്ഞ് നീഞ്ഞ് അവനെ കയറ്റുമോ ഇല്ലയോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പം നാളത്തെ കാര്യം ഇന്നേ പറഞ്ഞു വെക്കുന്നില്ല, ആർക്കാരാണ് ഉപകരിക്കുന്നതെന്നാൽ. എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാൻ പോലും പടച്ചവൻ സത്യമായിട്ട് ഒരാളെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അതിന് സമയത്ത് ഉണ്ടാവോ ഇല്ലേ എന്നൊന്നും അറിയാൻ പറ്റൂല. അപ്പോൾ അതൊക്കെ അള്ളാൻ്റെ പക്കലാണ്. നാളത്തെ കാര്യം എനിക്ക് എന്താണ്, നീ അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നാളത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റൂല ഇന്ന്. പിന്നെ സരിത വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഇപ്പോൾ പോയപ്പോഴാണ് ചാറ്റ് ചെയ്തത് ഇങ്ങനെ കാര്യങ്ങൾ. ഒരു നല്ലൊരു സ്ത്രീ ആണെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു പുരുഷനാണെങ്കിലും ഒരാളിങ്ങനെ വിളിച്ചു, നമ്മളൊരിക്കലും ഇപ്പം ഉദാഹരണം തന്നെ, ഞാൻ എൻ്റെ പരിചയത്തിൽ ആരെങ്കിലും ഒരു തവണ വിളിച്ചിങ്ങനെ കാര്യം എന്തെങ്കിലും തിരക്കുക, പിന്നെ നമ്മൾ വിളിക്കാറില്ല, നമ്മൾ വിളിക്കാൻ പോവാറില്ല. അതാണോ അങ്ങനെയാണോ കാര്യം, അത് തന്നെ അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്തിരിക്കും. അല്ലാതെ പിന്നെയും വീഡിയോ കോൾ വിളിച്ച് മുത്തേ ചക്കരെ അങ്ങനെയൊന്നും കൊഞ്ചേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്തായാലും അള്ളാഹു ഇങ്ങനെയൊക്കെ വിധിയാക്കി, നാളത്തെ വിധി എന്താണെന്നും പടച്ചോനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കുറിച്ച് നിരന്തരം വീഡിയോ ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ആ സ്ത്രീയുടെ അടുത്ത് എനിക്ക് നീ എത്ര ഇനി കള്ള ചാനലുണ്ടാക്കി എൻ്റെ ഉമ്മാൻ്റെ വോയിസ് അതിനകത്തിട്ട് നാറ്റിക്കാൻ നിന്നാലും, നീ എത്ര സമൂഹത്തിൽ എന്നെ തരം താഴ്ത്തിയാലും അള്ളാഹു ഒരു പടിക്ക് ഉയർത്തും മുന്നോട്ട്. കാരണം എല്ലാ പടപ്പുകളെയും ഒരുപോലെയാണ് റബ്ബ് പടച്ചത്, പക്ഷെ പല സ്വഭാവം പല രീതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നീ എൻ്റെ ഉമ്മാരെ വോയിസ് റെക്കോർഡ് ഇട്ട് ഞാനിപ്പോൾ ഒരു പെറ്റീഷൻ കൊടുത്താൽ, ഉമ്മായും കൊണ്ടുപോയി ഒരു പെറ്റീഷൻ കൊടുത്താൽ നീ ഇറങ്ങും. കാരണം എന്ന് വെച്ചാൽ പള്ളിക്ക് പോലീസ് സ്റ്റേഷൻ നിൻ്റെ അടുത്ത് എൻ്റെ ഉമ്മാരുടെ അടുത്ത് പറഞ്ഞായിരുന്നു ആ വോയിസ് ഡിലീറ്റ് ചെയ്യണമെന്ന്. എന്നിട്ട് യൂട്യൂബിൽ വയലേഷൻ കൊടുത്ത് നിൻ്റെ ചാനലിൽ നിന്ന് അത് റിമൂവ് ആക്കി. നീ ഇപ്പോൾ പുതിയ ക്രിയേറ്റ് ചെയ്ത് ചാനലും ഒരാളെ എത്രത്തോളം വികൃതമായ രൂപമാക്കാൻ പറ്റുമോ അത്രത്തോളം നീ വികൃതമായ രൂപമാക്കി. നീ അതിൻ്റെ പിക്ചറും ബാക്കി കാര്യങ്ങളും എല്ലാം, നീ എൻ്റെ മോളെ പേര് വെച്ചിരിക്കുന്നില്ലേ മസ്റൂറ ഫാത്തിമ, ആ കുട്ടി പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ്. ആ കുട്ടിയുടെ പേര് വെച്ചിരിക്കുന്നതിന് തന്നെ നിനക്ക് ഞാൻ തരുന്നുണ്ട്. നീ എന്തായാലും നിനക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പും പേടിയാണ് നീ ഷോർട്ടിൻ്റെ ഭാഗം ഡിലീറ്റ് ചെയ്തത്. പിന്നെ എനിക്ക് യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞാൽ എനിക്കൊരു കണ്ടൻ്റ് അല്ല, എൻ്റെ ലൈഫാണ്. നീ എന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ഊരോ പേരോ നാടോ ഒന്നും അറിയില്ല. നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെയാണ് അവൾ സ്ക്രീനിൽ കാണുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും അവളവിടെ കണ്ടു ഇവളവിടെ കണ്ടു, അത് മറ്റെടുത്ത്. അതിനൊരു ഭാഗ്യം വേണം. കാരണം നാലാളെ തിരിച്ചറിഞ്ഞ് എങ്ങനെയാണ് യൂട്യൂബ് ചാനലിലൂടെ എങ്ങനെ ആഞ്ഞു പിടിച്ചിട്ട് പറ്റണില്ല അല്ലേ പൊന്ന. പിന്നെ ഷാൻ്റെ വിഷയത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട, നെജിലാരുടെ വിഷയത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട. ഇവിടെ അതിനൊക്കെ കാരണവന്മാരുണ്ട്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷാന് ഇനിയിപ്പോൾ നല്ലതായിട്ട് തിരിച്ച് വന്ന് അല്ലെങ്കിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർ തീരുമാനിച്ചോളും. എന്തായാലും നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി, പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പിന്നെ ഒരു കാര്യമുണ്ട്, നീ എൻ്റെ ഫോട്ടോ നല്ല രീതിയിൽ ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ പല്ലിട്ട് നീ എന്ത് വാപത്തിച്ചിരിക്കുന്നത്? എൻ്റെ ഇവിടുത്തെ പല്ല് എവിടെ പോയി? ആരെങ്കിലും അടിച്ചിളക്കിയതാ? അപ്പോഴും ഒരാളെടുത്ത് ഒരു പുഞ്ചിരി വാ പൊത്താതെ ചിരിക്കാൻ പറ്റുക, അതൊക്കെ ഒരു നല്ല മനുഷ്യനിലുള്ള ഒരു ക്വാളിറ്റിയാണ് കേട്ടാ.
നിൻ്റെ ന്യൂനതകളെല്ലാം നീ മറച്ച് വെച്ചിട്ട് മറ്റുള്ളവരെ ന്യൂനത ഞൊണ്ടി ഇങ്ങനെ നിന്ന് നിനക്ക് അവിഹിതവും പറഞ്ഞൊപ്പിച്ച് അവർക്ക് അത് ഒപ്പിച്ച് ഇവർക്ക് ഇത് ഒപ്പിച്ച് ഇതല്ല എൻ്റെത്. നീ കൊണ്ടുവന്നിട്ട് നിനക്ക് നാണം ഉണ്ടാകും, നിനക്ക് മടുക്കൂലേടി.